നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പൗലിസ്റ്റ എയോണിൽ അവസാന മത്സരത്തിൽ സാന്റോസ് വെലോ ക്ലബിനെതിരെ കിടിലൻ വിജയമാണ് നേടിയത്, ഏകപക്ഷീയമായ 6 ഗോളുകൾക്ക്. വിജയത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള നെയ്മർ ആരാധകർക്ക് വലിയ സന്തോഷം പകർന്നൊരു മത്സരമാണിത്. നീണ്ട കാലത്തിന് ശേഷം നെയ്മർ ജൂനിയർ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മനോഹരമായിട്ടുള്ള പ്രകടനം അദ്ദേഹം നടത്തി, അതിസുന്ദരമായിട്ടുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ബ്രേക്ക് എടുത്തിട്ട് പിന്നെ തിരികെ വരികയാണെന്നൊരു തോന്നൽ പോലും ഉണ്ടായിരുന്നില്ല. ബോൾ കൊണ്ട് അതിമനോഹരമായിട്ട് നീക്കങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഫുട് വർക്ക്, എതിരാളികളെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള കാലിൻ്റെ നീക്കങ്ങൾ, എതിരാളികൾക്കിടയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റങ്ങൾ, എതിരാളികളിൽ നിന്ന് പന്ത് തട്ടിയെടുത്തുകൊണ്ട് വലയിലേക്ക് അടിക്കാൻ പാകത്തിന് തൻ്റെ സഹതാരത്തിന് കൊടുക്കുന്നത്, ഗോളിലേക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ബിഗ് ചാൻസുകളുടെ ക്രിയേഷൻ, എല്ലാം കൊണ്ട് നെയ്മർ ജൂനിയർ തൻ്റെ പ്രൈമിൽ കളിക്കുന്ന പോലുള്ള ഒരു തോന്നലാണ് ആരാധകർക്ക് ഉണ്ടായിട്ടുള്ളതെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഏതായാലും ഈ കളിയിലെ നെയ്മർ ജൂനിയറുടെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 46-ാമത്തെ മിനിറ്റിലാണ് ബ്രസീലിന് പകരക്കാരനായിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നത്. 45 മിനിറ്റ് അദ്ദേഹം കളിച്ചു എന്നർത്ഥം. ഈ കളിയിൽ അദ്ദേഹം ഗോൾ അടിച്ചിട്ടില്ല, ശരിയാണ്, പക്ഷേ 2 ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ വക ഉണ്ടായിരുന്നു. പിന്നെ നീക്കങ്ങളിൽ അദ്ദേഹം ഒരു അസിസ്റ്റ് കൊടുത്തു. അത് എതിരാളിയിൽ നിന്ന് ബോൾ തട്ടിയെടുത്ത് തൻ്റെ സഹതാരത്തിനെ കൊടുത്താണ്. 3 കീ പാസുകൾ ഉണ്ടായിരുന്നു, 3 ക്രോസുകൾ കൊടുത്തു, 28 പാസുകൾ ലക്ഷ്യത്തിലെത്തിച്ചു. അതായത് 37 പാസുകൾ 28 ലക്ഷ്യത്തിൽ എന്ന് പറഞ്ഞാൽ 76% പാസിംഗ് ആക്യുറസി. ഓപ്പോസിഷൻ ബോക്സിൽ 34 പാസുകൾ അദ്ദേഹം കൊടുത്തു, അതിൽ 25 കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു. അങ്ങനെ മികച്ച രൂപത്തിലുള്ളൊരു പെർഫോമൻസ്. 4 ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തതിൽ 3 കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം 56 ടച്ചസാണ് ഗ്രൗണ്ടിൽ നടത്തിയത്. അതിൽ അദ്ദേഹം 2 തവണ ഫൗൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. 14 തവണ അദ്ദേഹത്തിൽ നിന്ന് പൊസഷൻ നഷ്ടപ്പെട്ടു എന്നുള്ളതെങ്കിൽ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എതിരാളികൾക്ക് വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കളിയിൽ കൃത്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം 3 ഗോളുകൾ കൂടി അവരടിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടല്ലോ. അതിമനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസാണ് നെയ്മർ നടത്തിയിരിക്കുന്നത്. ഈ പകുതിക്ക് ശേഷം ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് sofascore.com നൽകുന്ന റേറ്റിംഗ് 7.5 ആണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.